ജീവിതത്തിൽ വിജയിക്കുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ വിജയത്തിൻ്റെ വാതിൽ എല്ലാവരുടെ മുന്നിലും തുറക്കാറില്ല. എന്തുകൊണ്ടാണ് ചിലർ ജീവിതത്തിൽ വിജയിക്കുന്നതും മറ്റു ചിലർ ജീവിതത്തിൽ പരാജയപ്പെടുന്നതും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെയും പരാജയപ്പെടുന്നതിൻ്റെയും രഹസ്യങ്ങളെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡിജോദാസ്. ഇന്ന് ഈ ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വിജയം അഥവാ സക്സസ് എന്നത് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുവാനും അത് നേടിയെടുക്കുവാനുമായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും തിരിച്ചടികൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യവും ഒടുവിൽ ഇതിൻ്റെ എല്ലാം ഫലമായി കൈവരിക്കുന്ന ആനന്ദവുമാണ്. അതെ, വിജയം എന്നത് നമുക്ക് ലഭിക്കുന്ന ആനന്ദമാണ്. അതുകൊണ്ട് തന്നെ വിജയം എന്നത് ഒരു യാത്രയാണ്. വിജയം തേടിയുള്ള യാത്രയുടെ വഴികൾ എല്ലാവർക്കും ഒരുപോലെയല്ല. വിജയത്തിലേക്കുള്ള നമ്മുടെ വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ അതിലൂടെ സഞ്ചരിക്കണം. എന്തുകൊണ്ടാണ് എല്ലാവർക്കും വിജയത്തിൻ്റെ ആനന്ദം കണ്ടെത്താൻ സാധിക്കാത്തത്? പരാജയത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വിജയത്തിൻ്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ: 1. മികച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതിരിക്കുക. 2. ആത്മവിശ്വാസം ഇല്ലായ്മ. 3. പരിശ്രമത്തിൻ്റെ അഭാവം. 4. പരാജയഭയം. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. 1. മികച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതിരിക്കുക. വിജയിക്കുക എന്നാൽ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ്. യാതൊരു ലക്ഷ്യവുമില്ലാത്തൊരു വ്യക്തിക്ക് ഒന്നും ആയിത്തീരുവാൻ സാധിക്കുകയില്ല. അതിനാൽ ചെറുപ്രായം മുതൽ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവണം. ഓരോ വ്യക്തിയും മറ്റുള്ളവരെ അനുകരിക്കാതെ സ്വന്തമായി ലക്ഷ്യം നേടിയെടുക്കുന്ന വഴികൾ കണ്ടെത്തണം. അതിന് നമുക്ക് ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുവാൻ സാധിക്കണം. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ലക്ഷ്യങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കുന്നതിനെക്കുറിച്ചുമായിരിക്കണം നമ്മുടെ ചിന്തകൾ. 2. ആത്മവിശ്വാസമില്ലായ്മ. ഒപ്ര വിൻഫ്രയുടെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: യു ബിക്കം വാട്ട് യു ബിലീവ്, നോട്ട് വാണ്ട് യു തിങ്ക് ഓർ വാട്ട് യു വാണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് ഏത് ലക്ഷ്യം നേടിയെടുക്കാനും നമ്മൾ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. 3. പരിശ്രമത്തിൻ്റെ അഭാവം. വിജയം എന്നത് ഒരു തുടർ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ പരിശ്രമം എപ്പോഴും ആവശ്യമാണ്. പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് നിരന്തരം പരിശ്രമിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പരാജയപ്പെടുന്നതിൻ്റെ 4ാമത്തെ കാരണം നമുക്ക് നമ്മളോടുള്ള പരാജയഭയമാണ്. എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇതൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നിങ്ങനെയുള്ള അപകർഷതാബോധങ്ങൾ വിജയിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. നമ്മുടെ ഒപ്പമുള്ളവരും ചിലപ്പോൾ നമ്മളെ തളർത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഏതു തീരുമാനമെടുക്കുമ്പോഴും പരാജയഭീതി ഒഴിവാക്കി പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ എളുപ്പവഴികളില്ല. അതിനാൽ മികച്ച ലക്ഷ്യവും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവയാണ് ജീവിത വിജയത്തിൻ്റെ അടിത്തറയും. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്ര നന്നായി ചെയ്യുമ്പോഴും ചെറുതും വലുതുമായ തിരിച്ചടികളുണ്ടാവാം. അത്തരം പ്രതിസന്ധികളെ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക. അതിനാൽ ജീവിതത്തിലെ വിജയം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. ഓരോ ദിവസവും പരിശ്രമങ്ങൾ നടത്തി വിജയത്തിൻ്റെ ആനന്ദം കണ്ടെത്താൻ ഏവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക.